പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നവനോട് ദൈവം സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കാൻ തന്നിരിക്കുന്ന ഒരു വചനമാണ് പറയാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാൾ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് യേശു കൊടുത്ത ഒരു മറുപടിയാണ്. ഇവിടെ സ്തോത്രം, 18 സംവത്സരമായി അബ്രഹാമിന്റെ ഒരു മകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. വർഷങ്ങളായി അവൾ കൂനിയായ ഒരു സ്ത്രീയാണ്. നമുക്കതിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അതിനെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കൂനിന്റെ പിമ്പിൽ ഒരു രോഗാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന ചില പ്രശ്നങ്ങളുടെ മുകളിൽ കണ്ണുകൊണ്ട് കാണാത്ത ചില പ്രതിസന്ധിയുണ്ട്. ഇപ്പം കടലിൽ വലിയ ഇളക്കങ്ങൾ ഉണ്ടാകും. തന്നെ ഇളകുകയല്ല, ആ കടലിനെ ഇളക്കുന്ന ഒരു കാറ്റുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയത്തില്ല. ചിലർ ബന്ധിക്കപ്പെടുമ്പോ അവർ കൂനിയായി നടക്കുന്ന ഇവര് കാണുന്നു. പക്ഷെ അവരുടെ പിമ്പിൽ ഒരു രോഗാത്മാവുണ്ടെന്ന് യേശു പറയുക. അപ്പൊ സ്നേഹിത, നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിന്റെ ബന്ധനം അഴിച്ചുവിടാൻ സമയമായെന്ന ഇന്നത്തെ സന്ദേശം. നിന്റെ വീട്ടിൽ നിത്യം നടമാടുന്ന ചില സംഭവങ്ങൾക്ക് പിമ്പിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. അതിനെ അഴിച്ചുവിടുന്നൊരു കൃപ ഇന്ന് വ്യാപരിക്കണം. നിന്റെ സന്തതിയുടെ ഭാവിയെ തകർത്തതിന് പിമ്പിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു പൈശാചികത്വമുണ്ട്. അങ്ങനെ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അബ്രഹാമിന്റെ മകളായ അവളുടെ ബന്ധനം യേശു അഴിക്കുന്ന ഭാഗമാണ് ഇവിടെ വായിച്ചു. ഒരു സന്ദേശം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ബന്ധിക്കപ്പെടാൻ ഒരു കാലമുണ്ടെങ്കിൽ അത് അഴിക്കാനൊരു കാലമുണ്ട്. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. ദാവീദ് പറഞ്ഞ പോലെ അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ ഞാൻ അവന് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യത്തെ, കുടുംബത്തെ, ബിസിനസ്സിനെ, സമ്പത്തിനെ, നന്മയെ, ഉയർച്ചയെ ശത്രു ബന്ധിച്ചെങ്കിൽ ആ ബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കണം കർത്താവേ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്റെ ബന്ധനം അഴിയും. നീ സന്തോഷത്തോടെ ജീവിക്കും. ഗോഡ് ബ്ലസ് യു.